ഒരു ബിരിയാണി കടയുണ്ട്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെ വന്ന് ബിരിയാണി കഴിക്കും. ആ ഷൗക്കത്ത് ചേട്ടാ, ബിരിയാണി നന്നായിട്ടുണ്ടല്ലോ. നന്ദിയുണ്ട്. ബിരിയാണിയുടെ രുചി നന്നായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. ഷൗക്കത്ത് മിയ ഓരോ മാസവും 30,000 രൂപ തന്റെ അമ്മയുടെ കയ്യിൽ നൽകും. മോനെ, ഇപ്പോഴൊക്കെ നിന്റെ വരുമാനം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് എത്ര ദിവസമായി ഈ വീട്ടിലെ ജോലിയൊക്കെ നോക്കുന്നത്. എന്നെ കൊണ്ട് തീരെ വയ്യ മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നദീമിന്റെ കല്യാണവും കഴിപ്പിക്കാം. അയ്യോ അമ്മി, എനിക്കിന്നും കല്യാണ വയസ്സായിട്ടില്ല. ആദ്യം നിങ്ങൾ ചേട്ടനും കല്യാണം കഴിപ്പിക്കൂ. ശരി അമ്മേ, നിങ്ങൾക്ക് ഏത് പെണ്ണിന് ഇഷ്ടായിട്ടുണ്ടോ ആ പെണ്ണിന് ഞാൻ കല്യാണം അയച്ചോളാം. അങ്ങനെ പറ ചേട്ടാ. ഇതാണ് ഞാൻ നോക്കിയത് ഷൗക്കത്തേട്ടാ. ഷൗക്കത്തിന്റെ അമ്മ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കി. സന വളരെ പഠിച്ച പെൺകുട്ടിയാണ്. പിന്നെ അവൾ ആഹാരവും നന്നായിട്ട് ഉണ്ടാക്കും. കുറച്ചു ദിവസങ്ങൾക്കകം ഷൗക്കത്തിന്റെയും സനയുടെയും കല്യാണം കഴിഞ്ഞു. അതിനുശേഷം സന വീട്ടിലെ എല്ലാ ജോലികളും നോക്കി നടത്തി. മോനെ, നിന്റെ കൈകൊണ്ട് ചെയ്യുന്ന ആഹാരം എപ്പോഴും നല്ല രുചിയുള്ളതായിരിക്കും. അതെ ചേട്ടത്തി, പക്ഷേ ഞങ്ങൾ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ചേട്ടത്തി. അതെ, അതും ശരിയാണ്. ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് ചെയ്ത ബിരിയാണി കഴിച്ചു നോക്കിയാലല്ലേ എനിക്കും അതിന്റെ രുചി അറിയാവൂ. ചേട്ടാ, ഇന്ന് എല്ലാവർക്കും നിങ്ങൾ ബിരിയാണി കൊണ്ടുവരണം. ശരി മോനെ, കൊണ്ടുവരാം. ഷൗക്കത്തിന്റെ ബിരിയാണി വളരെ രുചിയുള്ളതാണ്. അവൻ എപ്പോഴേക്ക് ബിരിയാണി ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോഴേക്ക് അതിന്റെ മണം ഗ്രാമം മൊത്തം മണക്കും. പിന്നെ ഉടനെ കസ്റ്റമേഴ്സ് കഴിക്കാനെത്തും. എന്താ ചേട്ടാ, ബിരിയാണി തയ്യാറായില്ലേ? ഇല്ല ചേട്ടാ, ഇനി ഒരു 10 മിനിറ്റ് ആവും. ശരി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കസ്റ്റമേഴ്സ് ഷൗക്കത്തിന്റെ ബിരിയാണിക്ക് വേണ്ടി കാത്തിരുന്ന് കഴിച്ചിട്ട് പോകും. അതുവരെ എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അംഷദ് ചേട്ടൻ ആവശ്യമില്ലാതെ നമ്മളുടെ അധ്വാനാണ് നശിപ്പിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാനും വില കുറയ്ക്കാൻ പോവുകയാണ്. ഷൗക്കത്തും ബിരിയാണിയുടെ വില അധികമാക്കി 80 രൂപയാക്കി. ദിവസവും നമ്മൾ ഈ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. വരൂ, ഇന്ന് നമുക്ക് അവിടെ പോയി കഴിച്ചു നോക്കാം. ശരി. ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ ബിരിയാണി കഴിക്കാനായി അംജത്തിന്റെ കടയിലേക്ക് പോയി. പക്ഷെ അംജത്തിന്റെ കയ്യിൽ ഒരു പുതിയ മാന്ത്രികതയുണ്ടായിരുന്നു. ഒരു വട്ടം അവന്റെ ബിരിയാണി ആരെങ്കിലും കഴിച്ചാൽ വീണ്ടും അതേ കടയ്ക്ക് അവർ തിരിച്ചെത്തും. ഇന്നലെ പോയി ഞാൻ ബിരിയാണി കഴിച്ചില്ലേ? വരൂ, നമുക്ക് അവിടെ തന്നെ പോയി കഴിക്കാം. ആ തീർച്ചയായും, ആ ബിരിയാണി മറക്കാനേ പറ്റില്ല. പതുക്കെ ഷൗക്കത്തിന്റെ കടയിൽ ആരും വരാതെയായി. ഇതൊക്കെ കുറച്ചു ദിവസം ഇങ്ങനെ നടക്കുക. അംജത്തിന്റെ കട പുതിയതല്ലേ, അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ഷൗക്കത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ മൊത്തം വരുമാനവും ഒരുപാട് കുറഞ്ഞുപോയി. ഇപ്പോൾ വീട്ടിലെല്ലാരും വളരെ വിഷമത്തിലാണ്. എന്തുപറ്റി ഷൗക്കത്ത്? നീ എന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്തെന്ന് പറയണ്ടമ്മേ, എന്റെ കടയുടെ അടുത്ത് തന്നെ ഇന്നൊരു ബിരിയാണി കടയും വെച്ചിട്ടുണ്ട്. പയ്യെ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ കട മൂടിയിട്ട് തന്നെ വീട്ടിലേക്ക് പോണം. തീർച്ചയായും അങ്ങനെയൊന്നും നടക്കില്ല മോനെ. ദൈവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ചു ദിവസം ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാകും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചോണ്ടിരിക്കുന്നത് അമ്മേ. ഷൗക്കത്തിന്റെ വിഷമം കണ്ട് വീട്ടിലെ എല്ലാ ആൾക്കാരും ഒരുപാട് വിഷമത്തിലായിരുന്നു. അന്ന് രാത്രി സന ഷൗക്കത്തിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഒരുപക്ഷെ വില അധികമായതുകൊണ്ട് കസ്റ്റമേഴ്സ് വേറെ കടയിലേക്ക് പോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വില കുറച്ചു കൊടുത്തുകൂടാ? പറയൂ. നമുക്ക് എങ്ങനെ വില കുറയ്ക്കാൻ പറ്റും സന? ഒരു പ്ലേറ്റ് ബിരിയാണിന്റെ വില തന്നെ ചെലവ് 50 റുപ്യാവും സന. അത് നമ്മൾ 80 റുപ്യക്കാണ് വിൽക്കുന്നത്. വെറും 30 റുപ്യാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. പിന്നെ ഇതും നമ്മൾ കുറച്ചാൽ പിന്നെ വീട്ടു ചെലവൊക്കെ എങ്ങനെ നമ്മൾ നോക്കാൻ പറ്റും? എങ്കിൽ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി ബിരിയാണി ചെയ്താൽ എങ്ങനെയിരിക്കും? എങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമല്ലോ. ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ് വളരെ വില കൂടിയത്. അതുമാത്രല്ലാതെ ബാസ്മതി അരി എങ്ങനെ വില കുറഞ്ഞത് കിട്ടുക? പിന്നെ ബാസ്മതി അരി ഞാൻ സാധാരണ അരിയായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബസുമതി റൈസിന് പകരം വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? അങ്ങനെ വെച്ചാൽ? അതായത് മാഗി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബിരിയാണി ചെയ്ത് നോക്കിക്കൂടാ? നമ്മുടെ ചിലവും കുറയുമല്ലോ. മാഗി ബിരിയാണിയോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോഴൊക്കെ വ്യത്യസ്തമായ സാധനങ്ങൾക്കാണ് നല്ല ഡിമാൻഡ്. ഒരു വട്ടം നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നേ. ശരി,
ഒന്നും അത്ര വലുതായിട്ട് പോകുന്നില്ല. നമുക്ക് അതൊന്നും ശ്രമിച്ചു നോക്കാലോ. അടുത്ത ദിവസം ഷൗക്കത്ത് എന്നത്തെയും പോലെ ബിരിയാണി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇന്നത്തെ ദിവസം ബസ്മതി റൈസിനു പകരം മാഗി ഇട്ട് ചെയ്തു. മാഗി ബിരിയാണി പെട്ടെന്ന് റെഡിയായി. അതിന്റെ ചിലവും കുറവായിരുന്നു. അതുകൊണ്ട് ഷൗക്കത്ത് വിലയും 50 രൂപയാക്കി മാറ്റി. പുറത്ത് വലിയൊരു ബോർഡും വെച്ചു, മാഗി ബിരിയാണി 50 രൂപ. അതെ, മാഗി ബിരിയാണി പറയുന്നില്ല, അതെന്താണ്? മാഗി എന്താ അറിയാ, ബിരിയാണി എന്താണ് അറിയാ, പക്ഷേ ഈ മാഗി ബിരിയാണി എന്താണെന്ന് അറിയില്ലല്ലോ. ശരി, വാ നമുക്ക് അത് കഴിച്ചു നോക്കാം. ആഹാ, മാഗി ബിരിയാണി എന്നുള്ള ആ പേര് കണ്ടതും ഒരുപാട് കസ്റ്റമേഴ്സ് അവിടേക്ക് കഴിക്കാൻ വന്നു. വാവ് വാവ്, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് വെറും മാഗി അല്ല, ഇത് മാഗി ബിരിയാണിയാണ്. ഓ എന്റെ ചേട്ടാ, ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നന്ദി നന്ദി. കസ്റ്റമേഴ്സിന് ഷൗക്കത്തിന്റെ ആ ബിരിയാണി ഒരുപാട് ഇഷ്ടമായി. അന്ന് ഷൗക്കത്തിന്റെ ബിരിയാണി കടയുടെ വെളിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മാഗി ബിരിയാണി ഉള്ളത് ചേട്ടാ, അരിയുടെ ബിരിയാണി കട നന്നായിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് മാഗി ബിരിയാണി കഴിക്കാം. ഷൗക്കത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ സന്തോഷ വാർത്ത തന്റെ ഭാര്യയെ അറിയിച്ചു. ഇത് കേട്ട് അവളും സന്തോഷപ്പെട്ടു. ഈ മാസം ഷൗക്കത്തിന്റെ വരുമാനം നല്ല രീതിയിലുണ്ടായിരുന്നു. ആ മാസ അവസാനം ഷൗക്കത്ത് തന്റെ അമ്മയുടെ കയ്യിൽ 40,000 രൂപ കാശ് നൽകി. ഇത്രയുമോ? അതെ അമ്മേ, സനയുടെ മാഗി ബിരിയാണിന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡബിൾ വരുമാനമാണ് വരുന്നത്. വീണ്ടും ഒരു വട്ടം അവരെല്ലാരും സന്തോഷത്തോടെ ആയിരുന്നു. അവരുടെ കഷ്ടവും മാറി, കാരണം അവരുടെ വരുമാനം അധികരിച്ചു. മാഗി ബിരിയാണി ഫേമസ് ആയി. ഈ കഥ ഒരു കൂലിപ്പണിക്കാരന്റെയാണ്. ജഗൻ സേഠ് ലാൽ ചന്ദിന്റെ പാടത്ത് പണിയെടുക്കുമായിരുന്നു. സേഠ് ലാൽ ചന്ദിന്റെ പാടം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടമായിരുന്നു. എന്നിട്ട് അവിടെ ഒരുപാട് പണിക്കാര് പണിയെടുക്കുമായിരുന്നു. ദിവസാവസാനം സേഠ് ലാൽചന്ദ് അവരുടെ പണിക്കാർക്ക് അതിന്റെ കൂലി കൊടുക്കുമായിരുന്നു. അല്ലേലും സേഠ് ലാൽചന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പണിക്കാരുടെ മേളിൽ ഒരു കണ്ണ് വെക്കാൻ വേണ്ടി കാലിയെ ഏൽപ്പിച്ചായിരുന്നു. കമല, ഞാൻ കുറെ നേരെ നോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കൂലി കിട്ടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. പണിയെടുക്കാൻ വന്ന പണി എടുത്തിരിക്കണം. കാലിയ പലപ്പോഴും പണിക്കാരോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സംഭവിച്ചത്, ജഗൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞത്. പെട്ടെന്ന് അയാളുടെ കൈ മുറിഞ്ഞു. കുറെ പണിക്കാര് അയാളുടെ അടുത്തേക്ക് പോയി. ഒരു സ്ത്രീ അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. പിന്നെ പണിക്കാരെല്ലാവരും അവരൊരു പണി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാലിയ അവിടെ എത്തിയത്. ഹേയ് ജഗൻ, എന്താടാ വെറുതെ ഇരിക്കുന്നത്? ചേട്ടാ, ഇദ്ദേഹത്തിന്റെ കൈ കോടാലി കൊണ്ട് മുറിഞ്ഞു. നിങ്ങൾക്ക് പണിയിൽ ശ്രദ്ധയേ ഇല്ല. പക്ഷേ കൂലിപ്പണം മാത്രം മുഴുവനും വേണം. നിങ്ങളുടെ മരുന്ന് ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. നിങ്ങളൊക്കെ കൂടി ചേർന്ന സേട്ടിനെ പെരുവഴിയിലാക്കും. കാലിയുടെ സംസാരം കേട്ടപ്പോ ജഗന് ഒരുപാട് ദേഷ്യം വന്നു. ഒന്നും സംസാരിക്കാതെ അയാള് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അയാള് ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പാവം കയ്യിലെ മുറിവ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. അയ്യോ, എന്തിനാ നീ കരയുന്നത്? കുറച്ചു ദിവസത്തിലെല്ലാം ശരിയാവുന്നേ. ഈ മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ അയാളോ? ആ കാലിയ നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുപ്പിക്കില്ലേ? അതുകൊണ്ടെന്താ? അവൻ ഇതെല്ലാം ശീലമല്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഈ കൂലിപ്പണി ഒന്നും വിടാൻ പറ്റില്ലേ? ഈ കൂലിപ്പണി എടുക്കുന്നത് ഞാനങ്ങ് നിർത്തിക്കളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? നമുക്ക് വേണമെങ്കിൽ കോഴിയെ വാങ്ങി അതിന്റെ മുട്ട വിൽക്കാം. പക്ഷേ അത് വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ എവിടെ ഉണ്ട്? എന്റെ പൂർവികര് എനിക്ക് സ്വത്തുക്കളൊന്നും തന്നിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മാല അവളുടെ കയ്യിലിരുന്ന് 2 വളകളും ഊരി, പിന്നെ കാതിലെ കമ്മലും കൊടുത്തു. ആഭരണങ്ങൾ അണിയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ അത്യാവശ്യത്തിന് അതിനെ വിൽക്കാനും കഴിയും. വേണ്ട വേണ്ട, ഇത് എനിക്ക് വേണ്ട. മാല ഒരുപാട് വാശി പിടിച്ചതുകൊണ്ട് ജഗൻ ആ ആഭരണങ്ങൾ മേടിച്ചു. ജഗനും മാലയും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അവര് ആ ആഭരണങ്ങൾ ഒരു സ്വർണക്കടക്കാരന് കൊടുത്തു. അതിനവർക്ക് 2000 രൂപ കിട്ടി. പിന്നെ മാലയും ജഗനും ഒരു കോഴിക്കാരന്റെ അടുത്തേക്ക് പോയി. അതെ, ഒരു കോഴിയുടെ വില എത്രയാ? ഒരു കോഴിയുടെ വില 100 രൂപയാണ്. ഇനി ഒരു പക്ഷേ 10 കോഴി മേടിക്കുകയാണെങ്കിൽ ഒരു കോഴീനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം. വളരെ നല്ല കാര്യം. ജഗൻ അയാൾക്ക് 1000 രൂപ കൊടുത്തു.
ആ കടക്കാരൻ വലിയൊരു കൊട്ടയ്ക്കകത്ത് 10 കോഴിയും പിന്നൊരു പൂവനെയും കൂടാണ് കൊടുത്തത്. ജഗനും മാലയും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവര് ബാംബുയുടെ കഷ്ണം ഉപയോഗിച്ച് കോഴികൾക്ക് വേണ്ടി കൂടുണ്ടാക്കി. കോഴികളെല്ലാം അതിനകത്ത് കളിക്കുന്ന കണ്ടപ്പോ മാലയ്ക്കും ജഗനും ഒരുപാട് സന്തോഷമുണ്ടായി. അടുത്ത ദിവസം മാല കോഴികളുടെ മുട്ടയെല്ലാം ഒന്നിച്ചാക്കി. ജഗൻ ആ മുട്ടയെല്ലാം ഒരു വ്യവസായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ 10 മുട്ടയ്ക്ക് 30 രൂപ മേടിച്ചു. എന്നും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഒരു മാസം കഴിഞ്ഞു. ഇന്ന് ജഗൻ ഉണ്ടാക്കിയ കാശെല്ലാം എണ്ണുമായിരുന്നു. ഒരു ദിവസത്തേക്ക് 30 രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് 900 രൂപ. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 500 രൂപയായിരുന്നു. ഞാൻ കുറച്ച് കാശ് എടുത്തോണ്ട് പോയി സ്വർണം വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അധികം കിട്ടിയ കാശെല്ലാം ഇനി കോഴിയെ മേടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ. ജഗൻ മാല പറഞ്ഞ കാര്യം കേട്ടു. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് 5 കോഴിയും കൂടെ മേടിച്ചു. ഇപ്പൊ ആ ദിവസവും 15 മുട്ടയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ട് മാല ഒരുപാട് സന്തോഷിച്ചു. അടുത്ത മാസം ജഗൻ ഒരിക്കൽ കൂടി കണക്ക് നോക്കാൻ ഇരുന്നപ്പോ അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് 35 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 1350 രൂപ. എന്റെ അമ്മോ! ഇപ്പോഴാണ് ജഗന് കണക്ക് മനസ്സിലായത്. അടുത്ത 3 മാസം വരെ ജഗൻ 10 കോഴി വീതമാണ് മേടിച്ചത്. എല്ലാം കൂടി ജഗനിന്റെ കയ്യില് 50 കോഴിയാണ് ഉള്ളത്. ഇപ്പൊ അയാൾക്ക് ദിവസം 150 രൂപയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ പ്രാവശ്യം അയാൾ കണക്ക് നോക്കിയപ്പോഴാണ് ഈ മാസം മൊത്തത്തില് 4000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറയുമായിരുന്നല്ലോ. അതെ അതെ, വരൂ. ഇനി എത്ര നാൾ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നേ. രണ്ടുപേരും തട്ടക്കാരന്റെ അടുത്ത് പോയി. 2000 രൂപയ്ക്ക് പലിശയടക്കം 2250 രൂപയായി. ഇന്ന് എടുത്തോളൂ. ജഗൻ കാശ് കൊടുത്ത് ആഭരണങ്ങൾ തിരിച്ചു മേടിച്ചു. അവിടെ ജഗൻ ഒരു മൂക്കുത്തി കണ്ടു. ആ മൂക്കുത്തി എത്രയാണ്? അധികം വിലയൊന്നുമില്ല, 450 രൂപയേ ഉള്ളൂ. അതും തന്നേക്കൂ. മാല പുതിയ മൂക്കുത്തി ഇട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ജഗൻ അയാളുടെ മുട്ടയുടെ വ്യാപാരം തുടങ്ങി. 1 വർഷത്തിന് ശേഷം അയാള് നേടിയ ലാഭം 30,000 രൂപയായിരുന്നു. ഇപ്പൊ അയാളുടെ സ്വന്തമായിട്ട് പോൾട്രി ഫാം ഉണ്ട്. ഫാമിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ കുഞ്ഞു കുടില് വലിയൊരു കൊട്ടാരം പോലെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ജഗനും മാലിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പായിരുന്നു ജഗൻ കൂലിപ്പണി എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ഒരു വ്യവസായിയാണ്. മാല വാശി പിടിക്കത്തില്ലായിരുന്നെങ്കിൽ ജഗൻ ഇപ്പോഴും കൂലിപ്പണി എടുത്തോണ്ടിരുന്നേനെ. അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു അവസരം മാത്രം കിട്ടിയാ മതി. ജഗന് കിട്ടിയതുപോലെ. എന്നിട്ട് അയാൾക്ക് 1 വർഷത്തിനകം വിജയം നേടിക്കിട്ടി. പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ. നല്ല ചുവന്ന തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. മീര തന്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറിത്തോട്ടം കാണാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല. മീരയ്ക്ക് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു. എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ? പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ. ചുവന്ന തുടുത്ത തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത്. എങ്ങനെയുണ്ട് മീര? നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. നീ പറയൂ, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. നിനക്കൊരു കാര്യം അറിയോ? ആ പച്ചക്കറിത്തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ. എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ തോട്ടം വാങ്ങിയേനെ. നിനക്കറിയോ? മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ട ഉടനെ മീര ആ തോട്ടക്കാരനെ കാണാനായി പോയി.
ഇത് നോക്ക്, നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. ആ, പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ. എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത്. നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ? അതെ, അത് സത്യമാണ്. എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ശരി, ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. എനിക്കിതിന് ഒരു 500 നാണയങ്ങൾ വേണം. എന്റെ ദൈവമേ, എന്റെ അടുത്ത് 200 കാശ് മാത്രമേ ഉള്ളൂ. 200 നാണയങ്ങൾ ഒരുപാട് കുറവാണ്. 400 നാണയങ്ങൾക്ക് കുറവായി ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 200 കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത 4 മാസം ഓരോരോ മാസവും 50 കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ? ആ തോട്ടക്കാരൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്ത 4 മാസങ്ങൾ നീ എനിക്ക് 50 നാണയങ്ങൾ വീതം തന്നു തീർക്കണം. മീരയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി. ദിവസവും മീര കുറച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി. 1 മാസത്തിന് ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി 50 കാശ് കൊടുത്തു. മീരയ്ക്ക് വളരെ സന്തോഷമായി. മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ മീര 4 മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട് മീര. ഇനി ഈ വസ്തുവെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിനെ നീ ഇനി നന്നായി നോക്കണം മീര. മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി. ഇപ്പോൾ മീര തന്റെ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി. മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി. മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത്. സുനിത അതിരാവിലെ തന്റെ പച്ചക്കറി വണ്ടിയുമെടുത്ത് എല്ലാ തെരുവിലും കറങ്ങി. പച്ചക്കറി മേടിക്കൂ, പച്ചക്കറി, ഫ്രഷായ പച്ചക്കറി, നല്ല നല്ല പച്ചക്കറി. സുനിതയുടെ ശബ്ദം കേട്ട് പച്ചക്കറി വാങ്ങാനായി ചില സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്നും വെളിയിൽ വന്നു. ആഹാ, ഇന്ന് നിന്റെ പച്ചക്കറികളൊക്കെ വളരെ ഫ്രഷ് ആണല്ലോ. മേഡം, സുനിതയുടെ പച്ചക്കറി എപ്പോഴും ഫ്രഷ് ആയിരിക്കും. സുനിതേ, ഈ തക്കാളിയുടെ വില എന്താ? കിലോ 40 രൂപ മേഡം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വിചാരിക്കുന്ന സുനിത, ഞാൻ എന്തിനാ മേഡം തട്ടിപ്പറിക്കാൻ പോകുന്നത്? പച്ചക്കറി വിറ്റ് കുറച്ച് പൈസ ലാഭം കിട്ടുള്ളൂ. സാധനങ്ങളുടെയൊക്കെ വില കൂടി വരുന്നു. സുനിതേ, നിന്റെ മകൾക്ക് സ്കൂൾ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വിഷമിച്ചില്ലേ? അത് കിട്ടിയോ? കിട്ടി മേഡം. അവളെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. അവളും ഇപ്പൊ നന്നായി പഠിക്കുന്നുമുണ്ട്. ഹോ, അപ്പൊ നല്ലതാ. നീ നിന്റെ മകളെ നന്നായി പഠിപ്പിക്ക്. അവളെ നിന്നെ പോലെ പച്ചക്കറി വിൽക്കുന്നവളാക്കണ്ട. ഇല്ല മേഡം, ഞാൻ അങ്ങനെ ചെയ്യില്ല. സുനിത പച്ചക്കറിയും വിറ്റ് തന്റെ ഉന്തുവണ്ടിയുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് നന്നായി മഴ പെയ്തു. അവൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വീട്ടിൽ സുനിതയ്ക്ക് വേണ്ടി അവളുടെ മകൾ പൂർവി കാത്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ വന്നോ അമ്മേ? പുറത്ത് നന്നായി മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് 3 ദിവസം അവധിയാണ്. ഈ 3 ദിവസം നന്നായി മഴ പെയ്യുമെന്ന് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ? ഞാൻ ഇന്നാണ് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചത്. ഇപ്പൊ നന്നായി മഴ പെയ്താൽ ഞാൻ വാങ്ങിയ പച്ചക്കറികളൊക്കെ നാശമാകും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നല്ലത്. ഇല്ലമ്മേ, അങ്ങനെ സംഭവിക്കില്ല, വിഷമിക്കണ്ട. അതിനുശേഷം സുനിതയും പൂർവിയും ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പൂർവി സുനിതയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി. ആ സമയം സുനിതയ്ക്ക് അവളുടെ ഭർത്താവിന്റെ ഓർമ്മ വന്നു. ഇന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ പൂർവിയുടെ ജീവിതം എത്ര നന്നായിരിക്കും. ഞാൻ എന്റെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിനോട് പങ്കുവെക്കും. ദൈവം എന്തിനാണാവോ ഇങ്ങനെ ചെയ്തത്? ദൈവമേ,
നാളെ കാറ്റടിക്കരുത്, അതോടൊപ്പം എന്റെ പച്ചക്കറി നാശാവരുത്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടമാകും. രാത്രി നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ആലിപ്പഴവും പൊഴിയുന്നുണ്ടായിരുന്നു. സുനിത ഇതെല്ലാം കണ്ട് ഒരുപാട് വിഷമിച്ചു. എന്നാൽ പാവം, അവൾക്ക് മാത്രം എന്തു ചെയ്യാൻ കഴിയും? അവൾ ദൈവത്തിനോട് മഴ എങ്ങനെയെങ്കിലും നിൽക്കണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം മുഴുവനും മഴ പെയ്തുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസവും നിൽക്കാതെ മഴ പെയ്തു. ഇങ്ങനെ നിർത്താതെ 3-4 ദിവസം മഴ പെയ്തുകൊണ്ടേയിരുന്നു. സുനിത തന്റെ കൺമുമ്പിൽ അവളുടെ പച്ചക്കറികളെല്ലാം നശിച്ചു പോകുന്നത് കണ്ടു. ആ പച്ചക്കറികളൊക്കെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. കാരണം കാറ്റിന് ഈർപ്പം കൂടുതലായിരുന്നു. മുഴുവനായും മഴ നിന്നതിന് ശേഷം അവളുടെ പച്ചക്കറികളെല്ലാം ഏതവസ്ഥയിലാണെന്ന് നോക്കാൻ വന്നു. ആ പച്ചക്കറികൾ മുഴുവനും നശിച്ചു പോയിരുന്നു. ദൈവമേ, ഞങ്ങളെ സഹായിക്കൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് പൈസയേ ഉള്ളൂ. ആ കുറച്ച് പൈസയിൽ വെറും ഒരാഴ്ച മാത്രമേ കഴിക്കാനായി തികയുള്ളൂ. ഈ അവസ്ഥയിൽ ഞാൻ പുതിയ പച്ചക്കറി എങ്ങനെ വാങ്ങും? സുനിത തന്റെ വിഷമങ്ങൾ പൂർവ്വയെ അറിയിച്ചതേയില്ല. അവൾ പൂർവ്വയെ സ്കൂളിൽ വിട്ടിട്ട് പച്ചക്കറി മാർക്കറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. അവൾ അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. ആ ക്ഷേത്രത്തിൽ സുനിതയല്ലാതെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ഒരു വലിയ ചാക്കും വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അവരെയും കാണാൻ വിഷമത്തിലെന്നതുപോലെ തോന്നി. ഈ മഴ കാരണം നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു അമ്മേ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ചിന്നമ്മയാണ്. ഈ ചുഴലിക്കാറ്റ് കാരണം എന്റെ ഭർത്താവ് മരിച്ചു പോയി. ഞങ്ങൾ കരിക്ക് വ്യാപാരമാണ് ചെയ്തത്. പക്ഷേ ഈ മഴ കാരണം ഞങ്ങളുടെ കരിക്കുകളൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വന്നതാ. പക്ഷെ ഒരെണ്ണം പോലും വിറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ചിന്നമ്മയും സുനിതയും രണ്ടുപേരും ചേർന്ന് മാർക്കറ്റിലേക്ക് നടന്നുപോയി. അവിടെ പോയപ്പോൾ സുനിതയ്ക്ക് ഒരുപാട് വിശന്നു. അവിടെ ചില ആൾക്കാർ മാഗി വിൽക്കുന്നത് അവൾ കണ്ടു. ചിന്നമ്മയും സുനിതയും അവിടെ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് വെറൈറ്റി മാഗി കണ്ടു. ഒരു മാഗി എത്ര വിധത്തിൽ വിൽക്കുന്നു അല്ലേ? അവരുടെ കടയ്ക്കടുത്ത് ഒരുപാട് തിരക്കുമുണ്ട്. അയ്യോ, ഇവിടെ വിൽക്കുന്ന മാഗി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങളുടെ നാടിനടുത്ത് കോക്കനട്ട് മാഗി കിട്ടും, അറിയോ? അതുപോലത്തെ മാഗി ഇവിടെ എവിടെയും കിട്ടില്ല. ഈ കാര്യം സുനിതയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ ചിന്നമ്മയുടെ ഫോൺ നമ്പർ വാങ്ങി. അന്ന് അവർ രണ്ടുപേരും അവരവരുടെ വീട്ടിൽ പോയി ഒരുപാട് വിഷമിച്ചു. രണ്ടുപേർക്കും ആരും തന്നെയില്ല. അവർക്ക് രണ്ടുപേർക്കും കൊടുങ്കാറ്റുകൊണ്ട് ഒരുപാട് നഷ്ടവും ഏർപ്പെട്ടിരുന്നു. ചിന്നമ്മയും അവരുടെ ഭർത്താവ് മരിച്ചതിൽ ഒരുപാട് വിഷമത്തിലായിരുന്നു. അവർ അവരുടെ കരിക്ക് വിൽക്കാൻ എന്നും ഒരുപാട് ശ്രമിച്ചു. മറ്റൊരു വശത്ത് സുനിതയ്ക്ക് പൂർവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അവൾക്ക് പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൂർവിയെ എങ്ങനെ പഠിപ്പിക്കും? പിന്നെ അവളുടെ സ്കൂൾ ഫീസ് എങ്ങനെ അടയ്ക്കുമെന്ന് സുനിത എപ്പോഴും വിഷമിച്ചു. സുനിതയുടെ മടിയിൽ പൂർവി ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് സുനിതയ്ക്ക് ഒരു ഐഡിയ കിട്ടിയത്. അവൾ ചിന്നമ്മയെ ഫോണിൽ വിളിച്ച് അടുത്ത ദിവസം സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചിന്നമ്മയും സുനിതയും കണ്ടുമുട്ടി. ചിന്നമ്മേ, നിങ്ങളുടെ കരിക്കൊക്കെ വിറ്റ് പോയോ അമ്മേ? ഇല്ല മോളെ, ആരും കരിക്ക് വാങ്ങിയതേ ഇല്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. എനിക്കൊരു നല്ല ഐഡിയ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു പണി ചെയ്യാം. അത് നന്നായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ എല്ലാ കഷ്ടവും മാറും. അതോടൊപ്പം നമുക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാം. നിന്റെ ഐഡിയ എന്താ മോളെ? ഈ സ്ഥലത്ത് ആരും കഴിക്കാത്ത മാഗി എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ? നമുക്ക് ആ മാഗി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യാം. അത് നമുക്ക് കരിക്ക് വെള്ളം കൊണ്ട് ചെയ്യാം. പിന്നെ ആ മാഗിയെ കരിക്കിന്റെ തോടിൽ തന്നെ സെർച്ച് ചെയ്യാം. അതിന് പകുതി പൈസ ഞാൻ തരാം. എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കരിക്ക് തരൂ. ഈ ഐഡിയ മാത്രം സംഭവിച്ചാൽ നമ്മൾ രണ്ടുപേരുടെ കഷ്ടപ്പാടും മാറും. പക്ഷേ റിസ്ക് ഒരുപാടുണ്ടല്ലോ മോളെ. പക്ഷേ സാരമില്ല, എന്റെ കരിക്ക് നാശമാകുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും നന്നായി പ്രയത്നിക്കാം. സുനിത ഉള്ള കുറച്ച് പണം കൊണ്ട് ഒരുപാട് മാഗി പാക്കറ്റ്സ് വാങ്ങി. പിന്നെ രണ്ടുപേരും ചേർന്ന് ഒരു ചെറിയ സ്റ്റോളും ഇട്ടു. അതിൽ കരിക്കിന്റെ മാഗി എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അവിടെയുള്ള ആരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടേയില്ല. അതുകൊണ്ട് എല്ലാവരും ഇതെന്താ പുതുമയുള്ളതെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചു. തുടക്കത്തിൽ 1-2 പേർ മാത്രമേ സ്റ്റോളിൽ വന്നിരുന്നുള്ളൂ. ആ കരിക്ക് മാഗി അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതുവരെ ഇങ്ങനെയൊരു ഭക്ഷണം അവർ കഴിച്ചിട്ടേയില്ല. വാ, ഇത് നല്ല വ്യത്യസ്തമായിട്ടുണ്ടല്ലോ.
ഇവർ കരിക്ക് കൊണ്ട് തന്നെ മാഗി ഉണ്ടാക്കുന്നു, പിന്നെ കരിക്കിനുള്ളിൽ തന്നെ ഇത് വെച്ചും തരുന്നു. വളരെ നല്ല ക്രിയേറ്റീവ് ഐഡിയയാണ്. സുനിതയും ചിന്നമ്മയും അവരുടെ കച്ചവടം വളരെ നല്ല രീതിയിൽ പോകുന്നെന്ന് സന്തോഷിച്ചു. അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ അവരുടെ മാഗി സിറ്റി മുഴുവനും ഫേമസ് ആയി. പിന്നെ അവർ ഒരുപാട് സമ്പാദിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും റിസ്ക് എടുത്താലും വിജയിച്ചു എന്ന് സുനിത ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ അവൾക്ക് അവളുടെ മകൾ പൂർവിയെ നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അന്നു മുതൽ ചിന്നമ്മയും സുനിതയും തമ്മിൽ ഒരു തുണയായി മാറി. രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് മുന്നേറി. ഒരു ദിവസം പൂർവി എപ്പോഴത്തെയും പോലെ സുനിതയുടെ മടിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സുനിത അപ്പോൾ ചിന്തിച്ചു, ദൈവം നമുക്ക് എന്ത് ചെയ്താലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു. അന്ന് ആ കൊടുങ്കാറ്റ് വരാതെയിരുന്നിരുന്നെങ്കിൽ ജീവിതത്തിൽ പുതിയതായി ഒന്നും ചെയ്യാതെ അവൾ ജീവിതം മുഴുവനും പച്ചക്കറി വിൽക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടപ്പാടുകളും നമ്മൾ എതിർത്ത് നിന്ന് പോരാടണം. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ തലവിധിയെ ഒരിക്കലും കുറ്റം പറയാനേ പാടില്ല.